പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. കാർ യാത്രക്കാരായ കോന്നി മല്ലശ്ശേരി മുക്ക് സ്വദേശികളായ മത്തായി ഈപ്പൻ, മകൻ നിഖിൽ, ഭാര്യ അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കൂടൽ മുറിഞ്ഞകല്ലിൽ പുലർച്ചെ 4 മണിയോടെ ശബരിമല തീർത്ഥാടകരുടെ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചു. വാഹനം പരിശോധിച്ചപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിട്ടാണ് നമ്മുടെ പ്രാഥമിക നിഗമനം. റോഡിന് ഈ പറയുന്ന പോലെ ഒരു കുഴപ്പമുള്ളതായിട്ട് കാണുന്നില്ല. വാഹനത്തിനും പരിശോധിച്ചാൽ ഡിഫക്റ്റുകളൊന്നുമില്ല. ഡ്രൈവർ ഉറങ്ങിയാൽ ഡ്രൈവറുടെ കൺട്രോൾ വാഹനത്തിൽ നിന്ന് പോകും. അപ്പോൾ അത് വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ റോങ് സൈഡിൽ വന്നിട്ടാണ് ഇടിച്ചിരിക്കുന്നത്. ബസ് കറക്റ്റ് സൈഡിലാണ്, മാക്സിമം ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപകടം നടന്നതിന്റെ തൊട്ടു മുൻപ് 250 മീറ്റർ പിന്നിലെ CCTV ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു. വിവരങ്ങളുമായി ശരത് എസ്.എസും ദിലീപ് ദേവസ്യമുണ്ട്. ശരത്, ഇപ്പോൾ ആ വീട്ടിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. ശരത്, ഇപ്പോൾ ഒരു കുടുംബത്തിലെ 4 പേരാണ് പൊലിഞ്ഞിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തമാണ്. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച മാത്രമായ ദമ്പതികളടക്കമാണ് മരിച്ചിരിക്കുന്നത്. എന്താണ് ആ വീട്ടിലെ സാഹചര്യം? സ്മൃതി, ഞാനിപ്പോൾ ഉള്ളത് മല്ലശ്ശേരി അനുവിന്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിപ്പോൾ അനുവിന്റെ അമ്മ മാത്രമാണുള്ളത്. അനുവിന്റെ പിതാവ് ഈ അപകടത്തിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ മരിച്ച 4 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം മൃതദേഹം ഇടത്തിട്ട മോർച്ചറിയിലേക്ക് മാറ്റും. പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇടത്തിട്ട മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നത്. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കാരണം അനുവിന്റെയും നിഖിലിന്റെയും ഒക്കെ തന്നെ ബന്ധുക്കൾ വരാനുണ്ട്. നിഖിലിന്റെ സഹോദരി കുവൈത്തിലാണ്. അവരും വരുന്നതിന് മുറയ്ക്കായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമെടുക്കുക. ഒപ്പം അനുവിന്റെ പിതാവിന്റെ സഹോദരനും വിദേശത്താണ്. ഇവരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഈ വിവാഹം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അതായത് നവംബർ 30-നായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം ഉണ്ടായിരുന്നത്. ആ ആഘോഷത്തിന്റെ കെട്ടടങ്ങ് മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വീട്ടിലിപ്പോഴും ഈ ആഘോഷത്തിനായി വിവാഹം വലിയ രീതിയിൽ ആഘോഷിച്ചതാണ്. അതിൽ ആ രീതിയിൽ വീട് ഉൾപ്പെടെ അലങ്കരിച്ചിട്ടുണ്ട്. ഒപ്പം ക്രിസ്മസും വരാനിരിക്കുന്നു. ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ തന്നെ ഈ വീട്ടിൽ അതിനുള്ള തയ്യാറെടുപ്പുകളുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി ഈ ഹണിമൂൺ കഴിഞ്ഞ് ഇവർ എത്തുന്ന സമയത്ത് വലിയ രീതിയിൽ ക്രിസ്മസും ആഘോഷിക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിനുള്ളൊക്കെ തന്നെ തയ്യാറെടുപ്പായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ അപ്രതീക്ഷിതമായ ഈ അപകടം അത് ഈ കുടുംബത്തെ, ഈ നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ്. നിലവിൽ നാട്ടുകാരുൾപ്പെടെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അപകടം നടന്നത് ഇവരുടെ വീട് നിൽക്കുന്നതിന് 7 കിലോമീറ്റർ അകലെയാണ്. അതായത് വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയതാണ് എന്നുൾപ്പെടെ പറയുന്നുണ്ട്. അതായത് ഒരുപക്ഷെ ഈ വാഹനം ഓടിച്ചയാൾ ഈ അല്പദൂരം കൂടി പോയാൽ വീട്ടിലേക്ക് എത്താം, ശേഷം കിടന്നുറങ്ങാമെന്നൊരു ധൈര്യത്തിലായിരിക്കാം വാഹനം മുന്നോട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അനുവിന്റെ പിതാവ് ബിജു ആയിരുന്നു വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് പിന്നീട് വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അനുവിന്റെ മൃതദേഹമാണ് ഇടത്തിട്ട മോർച്ചറിയിലേക്ക് മാറ്റാനുള്ളത്. അത് അല്പസമയത്തിനകം മാറ്റുകയും ചെയ്യും. ശേഷം സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തീരുമാനിക്കും. ഇവിടെ പൂങ്കാവനം സെന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാരമുള്ളത്. അത് പക്ഷേ സമയം നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഈ ബന്ധുക്കൾ ഉൾപ്പെടെ വരുന്ന മുറയ്ക്കുന്ന വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാരത്തിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ശരി, ദിലീപ് ദേവസ്യ അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള വിവരങ്ങളുമായുണ്ട്. ദിലീപ്, ഇപ്പോൾ ഈ അപകടമുണ്ടായത് വാഹനം ഓടിച്ചയാൾ ഉറങ്ങിപ്പോയത് കൊണ്ടാണെന്നുള്ള വിവരമാണല്ലോ പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ റോഡിന്റെ ഒരു സാഹചര്യം എന്താണ്? സ്മൃതി, ഇന്ന് പുലർച്ചെ 4:08 ഈ മുറിഞ്ഞ കല്ലിൽ ആ കാറ് നിയന്ത്രണം വിട്ട ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് തന്നെയാണ് നമ്മളോട് RTO വിശദീകരിച്ചത്. ആ കാറ് ദിശ തെറ്റി എതിരെ വന്ന ബസ്, അതായത് അയ്യപ്പ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിൽ ഈ ഭാഗത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. ഈ റോഡിൻ്റെ ഈ ഭാഗത്ത്, അതായത് കാറ് ഈ വശത്തു നിന്ന് വരുന്നു, ഏകദേശം ഇവിടെ എത്തിയപ്പോൾ, അതായത് ഈ വശത്തു നിന്നാണ് ബസ് വന്നുകൊണ്ടിരുന്നത്. അതായത് എതിർ ദിശയിൽ തന്നെ വന്ന ബസ്സിന് നേർക്ക് കയറി കാറ് നിയന്ത്രണം വിട്ട് ഇടിക്കുക തന്നെയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞത്. ഈ മേഖലകളിൽ, മുറിഞ്ഞകല്ല് ഈ മേഖലകളിൽ നിരന്തരം അപകടമുണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇതാ കാറിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളാണ്. കാറ് അപകടം പറ്റിയതിന് ശേഷം അതിൻ്റെ സാധനങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം തന്നെ. കാറ് ഇവിടുന്ന് പൂർണ്ണമായും തന്നെ തകർന്ന കാറ് ഇവിടുന്ന് പോലീസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 2013 വാങ്ങിയ കാറാണ്. ആ കാറിന് എയർ ബാഗ് ഉണ്ടായിരുന്നില്ല. എയർ ബാഗ് നിർബന്ധമായി
സമയമല്ലാത്ത സമയത്തായിരുന്നു ഈ കാറ് എടുത്തിരുന്നത്. കാറിൻ്റെ ഹെഡ് റെസ്റ്റ് ഇത് ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തുള്ള ഹെഡ് റെസ്റ്റാണ്. അതോടൊപ്പം തന്നെ ആ കാറിലിരുന്ന ആരോ ധരിച്ചിരുന്ന ചെരുപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. പരിക്ക്, അതായത് ബസ്സിലുണ്ടായിരുന്ന പരിക്കേറ്റ ഒരു അയ്യപ്പ ഭക്തനെ ഇവിടുത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഈ കാറിൽ ഉണ്ടായിരുന്ന 4 പേരും തൽക്ഷണം മരിച്ചു എന്നാണ് ഈ ദൃക്സാക്ഷികൾ പറഞ്ഞത്. മത്തായി ഈപ്പനും ബിജുവും നിഖിലിൻ്റെ ഭാര്യ അനുവുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. ഈ അപകടം പറ്റിയ സമയത്ത് പിന്നിലിരുന്ന അനുവിന് ജീവൻ്റെ ഒരു തുടിപ്പ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ അവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇന്ന് പുലർച്ചെ 4:08 അപകടമുണ്ടായത്. നമുക്കിപ്പോൾ തന്നെ കാണാം, വാഹനങ്ങളെല്ലാം അമിത വേഗത്തിലാണ് ഇതുവഴി പോകുന്നത്. ഈ വഴിയിൽ ഒരു സ്പീഡ് ബ്രേക്കർ പോലും ഇല്ലാത്തത് ഒരു അപകടത്തിൻ്റെ കാരണമാണെന്ന് ആണ് ഇവിടുത്തെ നാട്ടുകാരടക്കം പറഞ്ഞത്. ഇന്നലെയും കൂടെ ഈ ഭാഗത്ത് അപകടം ഉണ്ടാകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസവും അത് ഈ ഭാഗത്ത് മുറിഞ്ഞകല്ല് ഭാഗത്ത് ദിനം പ്രതി അപകടമുണ്ടാകും. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ പിന്നിട്ടാൽ ഇവരുടെ വീട്ടിലെത്താമായിരുന്നു, ബിജുവിൻ്റെ വീട്ടിലെത്താമായിരുന്നു. എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ എത്തിയിട്ടുറങ്ങാം, നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ എത്തിയിട്ടുറങ്ങാമെന്നുള്ള കരുതി തന്നെ ആകാം ഒരു പക്ഷേ അവർ വാഹനം മുന്നോട്ട് ഓടിച്ചു പോയി കാണുക. ഇതാ ഇപ്പോൾ നമുക്ക് കാണാം, കാറ് പോകുന്നു നോക്കൂ. ഇതെല്ലാം തന്നെ ഇവിടെ ഈ നിയന്ത്രണം, അതായത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഇല്ലാത്തതിൻ്റെ പോരായ്മ തീർത്തും വ്യക്തമാകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ അപകടം നടന്ന സമയം എന്ന് പറയുന്നത് 4:08 4 മണി നേരത്ത് റോഡിൽ അധിക വാഹനങ്ങളില്ലാത്ത ഒരു സമയമാണ്. ആ സമയത്താണ് ഈ വാഹനം കുറച്ചുകൂടി നമുക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി വേഗത ഉണ്ടാകുന്ന സമയമായിരിക്കാം, വേഗതയിൽ തന്നെ ആയിരിക്കാം ഇരു വാഹനങ്ങളും എന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് നമ്മളടുത്ത് പത്തനംതിട്ട RTO ഹൻസാരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ മരിച്ചവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റുന്നതായിരിക്കും. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങൾ വ്യക്തമാക്കുക. സ്മൃതി.